ഹാൻഡ്ലിംഗ് എന്ന് വെച്ചാൽ എന്താണ്, പിന്നെ എങ്ങനെയൊക്കെയാണ് മെറ്റീരിയൽ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ശേഷം ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ്. ഓക്കെ, ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി നോക്കുകയാണ്. വാട്ട് ഈസ് മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിനെ ഡിഫൈൻ ചെയ്യാം രീതിയിൽ നമുക്ക് ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു ഒരു എലമെന്റിന്, ഒരു സോളിഡ് ഓർ സെമി സോളിഡ് എലമെന്റ് ബൈ മീൻസ് ഓഫ് മെക്കാനിക്കൽ മോഷൻ അല്ലെങ്കിൽ ബൈ ഓർ പവർ ആക്ച്വേറ്റഡ് ഡിവൈസസ് എഫക്റ്റ് കൊണ്ട് ഒരു എക്യുപ്മെന്റ് ഒരു സ്ഥലത്ത് നിന്ന് അതിനെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നല്ലേ, അതിനാണ് പറയുന്നത്. സോ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന്റെ കുറെ ഡെഫിനിഷൻസ് നമ്മൾ ഡിസ്കസ്. ദെൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റിന് വാല്യൂ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, പക്ഷെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിനിമം മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ് എപ്പോഴും നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിനകത്ത് നമ്മൾ അതൊക്കെ പറഞ്ഞിട്ട് മിനിമൈസ് ദ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, minimize the delays and interruption, productivity, and safety in handling, maximum equipments, and prevention of damages to material or investment in process inventory. Okay, next very important topic, principles of material handling. മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇത് പിന്നെ ആ പേരുകൾ എന്തായാലും ബാക്കി എക്സ്പ്ലനേഷൻ നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നോട്ട് ചെയ്യണേ. എനിക്ക് ഒന്ന് 6-7 എങ്ങാനേ കൊടുത്തിട്ടുള്ളൂ തോന്നുന്നു. ബട്ട് എസ് എ ക്വസ്റ്റൻ ഒക്കെ ആണെങ്കിൽ എല്ലാം എഴുതേണ്ടി വരും. പ്ലാനിങ് പ്രിൻസിപ്പിൾ. ഈ പേരിൽ തന്നെ ഉണ്ട് ടേം, ഈ പ്ലാനിങ്. അതേപോലെ അടുത്ത സ്പേസ് യൂട്ടിലൈസേഷൻ, ഇങ്ങനെ ഓരോന്നിന്റെ പേരിൽ തന്നെ പ്രിൻസിപ്പിൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. സോ പ്ലാൻ ഓൾ ഹാൻഡ്ലിംഗ് ആക്ടിവിറ്റീസ് ഷുഡ് ബി പ്ലാൻ. ഇതാണ് നമ്മുടെ ഒരു പ്ലാന്റിനകത്ത്, ഒരു ഇൻഡസ്ട്രിക്കകത്ത് നമ്മൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഉപയോഗിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതാണെങ്കിൽ അവിടെ പെട്ടെന്ന് അപ്പോടെ ഒരു എക്യുപ്മെന്റ് എടുത്ത് ചെയ്യുന്നതല്ല, എല്ലാം ഇവിടെയൊക്കെ ഏതൊക്കെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ് വരുന്നത്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ് തുടങ്ങിയ രീതിയിൽ കൃത്യമായി ഉണ്ടായിരിക്കണം. So all handling activities plan. This is the first principle, that is planning principle. This principle known as planning principle. So define principle of material handling എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. All handling activities in an industry should. Then next one is system principle. What is system principle? Plan a system integrating many handling activities as possible and coordinating the full, that is receiving, storage, production, inspection, packing, supplying and transportation. അതായത് സിസ്റ്റം ആയിട്ട് എപ്പോഴും കൺസിഡർ ചെയ്യണം. മീൻസ് സിംഗിൾ നമ്മളിപ്പോൾ ഒരു പ്ലാന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു 10ഓളം ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ ആ 10നും കൂടിയിട്ട് എക്യുപ്മെന്റ്സിനെ സെലക്ട് ചെയ്യാണ്. അപ്പൊ അങ്ങനെ ആക്ടിവിറ്റീസിനെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു സിസ്റ്റമായിട്ട് എപ്പോഴും കൺസിഡർ ചെയ്യാം. അതായത് ഇപ്പം നമുക്കൊരു ഫംഗ്ഷൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ അവിടെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും അല്ലെ. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് പറയുമ്പോൾ അവിടെ നമ്മളെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആകുന്നത് വരെ, അല്ലെ സ്റ്റോർ റൂമിലെ റോ മെറ്റീരിയൽസ് ടു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആകുന്നത് വരെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലൂടെ ഒരു പോകേണ്ടതുണ്ട്. അവിടേക്കും മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സും ഉണ്ട്. അപ്പൊ ഈ കംപ്ലീറ്റ് മെറ്റീരിയൽ ഒരു ഇൻഡസ്ട്രിക്കകത്തുള്ള ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സ് ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആക്ടിവിറ്റീസിനെ നമ്മൾ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ആ പറയുന്ന 10 സ്ഥലത്തേക്കും വേണ്ടുന്ന എക്യുപ്മെന്റ്സ് ആരൊക്കെയാണ്, അതിൽ ചിലപ്പോൾ ഒരു എക്യുപ്മെന്റ് കൊണ്ട് തന്നെ ഈ 10 ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരു 5 എണ്ണം കൊണ്ട് ഈ 10 ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പം നമ്മളിത് മൊത്തം കൺസിഡർ ചെയ്യുക. ഒരു കമ്പനിക്കകത്തുള്ള മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയായിട്ട് കൺസിഡർ ചെയ്യുക. അതിനകത്ത് വരുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും പറ്റുന്ന രീതിയിൽ അതൊക്കെ കൂടി ക്ലബ് ചെയ്ത് ഒരു സിസ്റ്റമായിട്ട് നമുക്ക് പ്ലാൻ എ സിസ്റ്റം ഇന്റഗ്രേറ്റിംഗ് ആസ് മെനി ആക്ടിവിറ്റീസ് ആസ് പോസിബിൾ. ഒന്നിലധികം ഹാൻഡ്ലിംഗ് ആക്ടിവിറ്റിയിൽ അവിടെയുള്ള എല്ലാ കാര്യത്തെയും ഒരു ഇന്റഗ്രേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം.
ദെൻ അതിനകത്ത് ഈ പറഞ്ഞ പോലെ റിസീവിംഗ് ഏരിയ വേണ്ടി വരും, സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഹാൻഡിങ് വേണ്ടി വരും, പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഹാൻഡിങ്, ഇൻസ്പെക്ഷൻ ഏരിയ, പാക്കിംഗ് ഏരിയ, വെയർ ഹൗസിംഗ് ആൻഡ് സപ്ലൈ ഇങ്ങനെ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ്സിലും നമുക്ക് ഹാൻഡ്ലിംഗ് ആക്ടിവിറ്റീസ് നിർബന്ധമായിട്ട് മാൻഡേറ്ററി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, ഓരോന്നായിട്ട് ചിന്തിക്കാതെ അതൊരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം, ഇതിന്റെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്നുള്ളത് ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ആയി കൺസിഡർ ചെയ്യുക, നമ്മൾ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുക. ദാറ്റ് ഈസ് സിസ്റ്റം പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത്: system integrating as many handling activities as possible. Then next principle is space utilization. Make optimum use of cubic space. നമ്മളെ അതിനകത്തുള്ള അവൈലബിൾ സ്പേസ് അതൊരു ഒപ്റ്റിമം ലെവലിൽ യൂസ് ചെയ്യാൻ നമുക്ക് പ്രത്യേകം സ്ഥലങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പുതിയ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്യാനോ കഴിയില്ല. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്പേസിന് ഒപ്റ്റിമം യൂസേജ് നമ്മൾ ചെയ്യുക. മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന് വേണ്ടി, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തുക. കയ്യിലുള്ള അവൈലബിൾ സ്പേസിനെ യൂട്ടിലൈസ് ചെയ്യുക. അല്ലാതെ പുതിയതായിട്ടൊരു മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഏരിയ അല്ലെങ്കിൽ പുതിയതായിട്ടൊരു സ്ഥലം എടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കില്ല പല കേസുകളിലും. സോ ഒപ്റ്റിമം യൂസേജ് ഓഫ് അവൈലബിൾ സ്പേസ് യൂട്ടിലൈസേഷൻ പ്രിൻസിപ്പിൾ. Then next one is unit load principle. That is increase the quantity, size, weight, handle. അതായത് യൂണിറ്റ് ലോഡ് എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, കയ്യിൽ ഇപ്പോൾ നമ്മുടെ സ്റ്റോർ റൂമിൽ മരത്തടികളാണ് നമ്മുടെ റോ മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ, ഒരു ചെയറങ്ങാൻ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി ആണെന്ന് കൂട്ടിക്കോ, ഒരു കാർപ്പൻട്രി ഇൻഡസ്ട്രി, കുറേ മരത്തടികൾ ഇങ്ങനെ സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ടാവും അല്ലെ. പ്രൊഡക്ഷൻ ഏരിയയിലേക്ക് ഒരു ചെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മരത്തടികൾ വേണമെന്ന് വിചാരിക്കാം. അപ്പൊ ഈ 5 മരത്തടികളാണ് എനിക്ക് അറ്റ് എ ടൈം ഉള്ളത് നമ്മുടെ പ്രൊഡക്ഷൻ ഏരിയ, റോ മെറ്റീരിയൽ ആയിട്ടുള്ള ഈ ഒരു 5 സ്റ്റോർ റൂമിൽ നിന്നും പ്രൊഡക്ഷൻ ഏരിയയിലേക്ക് എത്തിക്കണം. അപ്പം ഓരോന്നായിട്ട് 5 തവണ കൊണ്ടുപോയി കൊടുക്കാം. 5 തവണ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് നടത്തണം. അപ്പോൾ 5 തവണ കൂടി വരുന്നതിന്റെ ചെലവ് അവിടെ ഉണ്ട്. നേരെ മറിച്ച് ഇപ്പം ഇവിടെ കാണിച്ച് ഈ 5 മരത്തടികളെയും കൂടിയിട്ട് നന്നായിട്ട് കെട്ടി വരിഞ്ഞ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു പിന്നിലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും എക്യുപ്മെന്റിനകത്തോ ഈ 5നെയും കൂടി ഒരുമിച്ചെടുക്കുന്നു. എന്നിട്ട് ഈ 5നെയും കൂടി ഒരുമിച്ചെടുത്തുകൊണ്ട് ഞാൻ പ്രൊഡക്ഷൻ ഏരിയ അവിടെ ഒരു സിംഗിൾ ട്രാൻസ്ഫറേ നടക്കുന്നുള്ളൂ അല്ലെ. അപ്പൊ ആദ്യത്തെ കേസ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഉണ്ടായ കോസ്റ്റും ഇപ്പോഴത്തെ കേസിൽ ഒരു ട്രാൻസ്ഫറും നടക്കുന്ന കോസ്റ്റും രണ്ടും കൺസിഡർ ചെയ്യുമ്പോൾ രണ്ടാമത്തായിരിക്കും ഒറ്റ തവണയിലേ പോകണ്ടുള്ളൂ. അപ്പൊ ഇതേപോലെയുള്ള ലോഡുകളെ ഒരു സിംഗിൾ ലോഡാക്കി മാറ്റുകയാണ്. അതായത് ഈ 5 എണ്ണത്തിന് ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 എക്യുപ്മെന്റിനെ ഒരു സിംഗിൾ ലോഡ് അല്ലെങ്കിൽ ഒരു ആക്കി മാറ്റുന്നു. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് നടത്തുമ്പോൾ മതി യൂണിറ്റ് ലോഡ് ആക്കിയിട്ട് കൊണ്ടുപോകാൻ നോക്കുക. അതായത് സൈസ്, വെയിറ്റ് ഓഫ് ദ ലോഡ് ഹാൻഡിൽ. നമ്മുടെ കയ്യിലുള്ള ഈ പറയുന്ന റോ മെറ്റീരിയൽസ് ആണെങ്കിലും ഫിനിഷ് എന്തിനാണോ ഹാൻഡിൽ ചെയ്യേണ്ടത് അതിനെ എപ്പോഴും ഒരു സിംഗിൾ ലോഡ് ആക്കിയിട്ട് കൺസിഡർ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതായത് നമുക്ക് കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 5 എലമെന്റിന് 5 തവണ പകരം 5നെയും കൂടി ഒരു യൂണിറ്റ് ലോഡ് ആക്കി, യൂണിറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ലോഡ് ആക്കി മാറ്റിയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ മാക്സിമം അവൈലബിൾ നമുക്ക് പറ്റുന്ന രീതിയിൽ, എല്ലാ കേസിലും അങ്ങനെ യൂണിറ്റ് ലോഡ് ഇല്ല, നമുക്ക് പറ്റുന്ന കേസുകളിൽ യൂണിറ്റ് ലോഡ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം. സോ യൂണിറ്റ് ലോഡ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യാം, ഒന്നിലധികം സാധനങ്ങളെ ഒരേ സമയം ലോഡ് ആക്കിയിട്ട് കൺസിഡർ ചെയ്തിട്ട് കൊണ്ടുപോകാം. സോ ദാറ്റ് ഈസ് യൂണിറ്റ് ലോഡ് പ്രിൻസിപ്പിൾ ഹാൻഡ്ലിംഗ്. Then gravity principle. The gravity to move a material wherever practicable. ഗ്രാവിറ്റി കൊണ്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഗ്രാവിറ്റി തന്നെ ഉപയോഗിക്കുക. കാരണം നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ, മേലത്തെ ഫ്ലോറിൽ നിന്ന്, 1ാമത്തെ ഫ്ലോറിൽ നിന്ന് താഴത്തെ ഫ്ലോറിലേക്ക് എലമെന്റിനെ എത്തിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു ചൂട്ട്, അതായത് പാർക്കിലൊക്കെ കാണുന്ന ഊരി വരുന്ന സാധനമില്ല, നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഊരാൻ വേണ്ടിയിട്ട് മേലെ കയറി എന്നിട്ട് ഇരുന്ന് താഴേക്ക് ഊരി വരുന്ന സാധനമില്ലേ, അതിനെ നമ്മൾ ചൂട്ടെന്നാ പറയാം. എന്റെ ഇൻഡസ്ട്രിയിൽ എനിക്ക് മേലത്തെ ഫ്ലോറിൽ നിന്ന് പിന്നെ താഴേക്ക് എത്തിക്കണം. അപ്പൊ എനിക്ക് എന്ത് ചെയ്താൽ മതി,
ഇതേപോലുള്ള ഒരു ചൂട്ട് അറേഞ്ച്മെന്റ് വെച്ച് കഴിഞ്ഞാൽ മേലെ നിന്ന് ഞാൻ ഈ ചൂട്ടിനകത്തേക്ക് ഈ ബോക്സ് ഇട്ട് ഗ്രാവിറ്റിയുടെ എഫക്ട് കൊണ്ട് അത് ഊരി താഴേക്ക് വരും അല്ലെ. അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേറെ ചെലവൊന്നുമില്ല, ഗ്രാവിറ്റിയുടെ എഫക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ വേറെ ചെലവുകളോ അല്ലെ പവറോ അല്ലെങ്കിൽ മെക്കാനിക്കൽ ആവശ്യമില്ല. അപ്പൊ അവിടെ ഗ്രാവിറ്റിയുടെ എഫക്ട് കൊണ്ട് അവിടെ വർക്ക് ചെയ്യാണ്. ഗ്രാവിറ്റിയുടെ എഫക്ട് കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. സോ വേറെ പ്രാക്ടിക്കബിൾ ഗ്രാവിറ്റി നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ ഗ്രാവിറ്റിയുടെ എഫക്ട് കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ഗ്രാവിറ്റിയുടെ എഫക്ട് കൊണ്ട് തന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആക്കുക. ദാറ്റ് ഈസ് ഗ്രാവിറ്റി പ്രിൻസിപ്പിൾ ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. ദെൻ മെറ്റീരിയൽ ഫ്ലോ പ്രിൻസിപ്പിൾ. ഓപ്പറേഷൻ സീക്വൻസ് ആൻഡ് എക്യുപ്മെന്റ് അറേഞ്ച്മെന്റ് ടു ഒപ്റ്റിമൈസ്. അതായത് നമ്മളിപ്പോ ഒരു കമ്പനിക്കകത്തേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞു 10ഓളം ഹാൻഡ്ലിംഗ് ആക്ടിവിറ്റീസ് നടത്താനുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്നൊക്കെ ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട്. ദെൻ മെറ്റീരിയൽ ഫ്ലോ പ്രിൻസിപ്പിൾ ഏതിനെയാണ് ആദ്യം എത്തിക്കേണ്ടത്, ദെൻ ആണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ആ ഒരു പ്രസിഡൻസ് ഓർഡർ ഉണ്ടാവുമല്ലോ, സീക്വൻസ്. സോ ആ ഒരു സീക്വൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോ ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ ഫ്രം പ്രൊഡക്ഷൻ ഏരിയ, അതായിരിക്കും ഫസ്റ്റ് ഓപ്പറേഷൻ. ദെൻ അങ്ങനെ കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് പ്രോഡക്റ്റ് ടു സ്റ്റോറേജ് റൂം, അതായിരിക്കും 10ാമത്തെ ആക്ടിവിറ്റി. ഇത് 10ഉം കൂടി ഒരു സിസ്റ്റം ആയിട്ടൊക്കെ കൺസിഡർ ഒക്കെ ചെയ്തു, പക്ഷെ ഇതിനൊരു സീക്വൻസ് കൊടുത്തില്ല. ഏത് ആദ്യം ചെയ്യണം, ഏത് രണ്ടാമത് സീക്വൻസ് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ അവിടുത്തെ കംപ്ലീറ്റ് ഓപ്പറേഷൻ. സോ പ്ലാൻ ആൻഡ് ഓപ്പറേഷൻ സീക്വൻസ്, ഈ ചെയ്യുന്ന സീക്വൻസ് സെറ്റ് ചെയ്യുക. ആൻഡ് എക്യുപ്മെന്റ് അറേഞ്ച്മെന്റ് ടു ഒപ്റ്റിമൈസ് ദി മെറ്റീരിയൽ ഫ്ലോ. ദെൻ principle. Next one is simplification principle. നമ്മളിപ്പോ 6 ഡിസ്കസ്. Okay, next is simplification principle. Use, combine or eliminate unnecessary movement and or. അതായത് നമുക്ക് പറ്റുന്ന അത്രയും ഓപ്റ്റിമൈസ്ഡ് മൂവ്മെന്റ്സ് കൊണ്ടുവരിക. അതായത് അൺവാണ്ടഡ് ആക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ യൂണിറ്റ് ലോഡാക്കി മാറ്റുന്ന. ഇപ്പോ ഒരു പോയിന്റിൽ നിന്നും, അതായത് ഫസ്റ്റ് പോയിന്റ് ഇത് 1, ഇത് 2, ഇത് 3. നമ്പർ 1 പോയിന്റിൽ നിന്നും എനിക്ക് മെറ്റീരിയൽസിലേക്ക് എത്തിക്കണം. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്പർ 2 കൂടി ഉണ്ട്. ഓക്കെ, എനിക്കിവിടെ 2 രീതിയിലാണ്, 3 ഉണ്ട്, 1 to 2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റിൽ എനിക്ക് ഒന്നിലധികം ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് പുറപ്പെടുന്ന ആ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ക്യൂവിലേക്ക് പോകേണ്ട സാധനത്തെയും ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ ലോഡ് ചെയ്യാം. പോകേണ്ടതിനെയും ലോഡ് ചെയ്യാം. പോകുന്ന വഴിക്ക് 2 കൊടുക്കേണ്ട സാധനം കൊടുക്കാം, 3 കൊടുക്കേണ്ട സാധനത്ത് 3. അതായത് ഒരു സിംഗിൾ മൂവ്മെന്റ് ഈ കംപ്ലീറ്റ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് 1 നിന്ന് 3 പോയി അവിടെ കൊടുത്തു തിരിച്ചു വന്നു, ദെൻ 1 നിന്ന് പോയി അവിടെ കൊടുക്കുന്നു തിരിച്ചു. അപ്പൊ അവിടെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് കൂടുന്നുണ്ട്. സോ നമുക്ക് പറ്റുന്ന അത്രയും മൂവ്മെന്റ്സ് സിംപ്ലിഫൈ ചെയ്യാം, ഒരു സിംഗിൾ പരമാവധി റെഡ്യൂസ് ചെയ്യാം. ഒരു കുറേ മോഷൻ അല്ലെങ്കിൽ റിപ്പീറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ റെഡ്യൂസ് ചെയ്യുക. അതേപോലെ മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. മൊത്തം ഹാൻഡ്ലിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഹാൻഡ്ലിംഗ് ആക്ടിവിറ്റീസിനെ ഒന്ന് എളുപ്പത്തിലാക്കുക. ദെൻ സേഫ്റ്റി പ്രിൻസിപ്പിൾ വെരി ഇമ്പോർട്ടൻറ്റ്. പ്രൊവൈഡ് ഫോർ സേഫ് ഹാൻഡ്ലിംഗ് മെത്തേഡ്സ് ആൻഡ് എക്യുപ്മെന്റ്സ്. നമ്മുടെ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് ഏതോ ആവട്ടെ, നമ്മുടെ ഇനി കുറേ ഹാൻഡ്ലിംഗ് പഠിക്കാൻ പോവാണ്. ഡിഫറെന്റ് ഡിവൈസുകളെ പറ്റി, മെറ്റീരിയൽ ഹാൻഡ്ലിംഗിനെ പറ്റി. ഏത് എക്യുപ്മെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലും ഹാൻഡ്ലിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ള സേഫ്റ്റി മെത്തേഡ് എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. സോ പ്രൊവൈഡ് സേഫ് ഹാൻഡ്ലിംഗ് ആൻഡ് എക്യുപ്മെന്റ്സ്. ദെൻ മെക്കാനൈസേഷൻ പ്രിൻസിപ്പിൾ. യൂസ് മെക്കാനിക്കൽ ഓർ ഓട്ടോമേറ്റഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്. നമ്മളെ മാനുവൽ ഹാൻഡ്ലിംഗിൽ നമുക്ക് ലിമിറ്റ് ഉണ്ട്. നമുക്ക് ഒരാൾക്ക്, ഒരു ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ അഡീഷണൽ നമ്മൾ മെക്കാനിക്കൽ എക്യുപ്മെന്റ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ മിക്കവാറും കേസുകളിൽ നമുക്ക് ഇൻഡസ്ട്രിക്കകത്തൊക്കെ ഹെവി ലോഡ്സ് ഒക്കെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പറ്റുന്ന സ്ഥലങ്ങളിൽ ആവശ്യം ഓട്ടോമേറ്റഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യണം. ഓക്കെ, ദെൻ സ്റ്റാൻഡർഡൈസ് മെത്തേഡ്, ടൈം, സൈസ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ്
കഴിഞ്ഞാൽ അതിനൊരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഒരു മെറ്റീരിയൽ ഹാൻഡ്, ഇപ്പൊ ഒരു ക്രെയിന് എങ്ങനെയാണ് വർക്ക് ചെയ്യിക്കേണ്ടത്, എങ്ങനെയാണ് ഹാൻഡ്ലിങ് ചെയ്യേണ്ടത് എന്നുള്ളതിന് അതിനൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ഉണ്ടാവും. ആദ്യം സ്റ്റാർട്ട് ചെയ്യണം, ദെൻ അതിന്റെ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയുള്ള ഹൂക്ക് അത് നമ്മൾ ലോവർ ചെയ്യണം, ദെൻ അത് ലോഡ് അല്ലെ, നമുക്ക് ആരെയാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ട അയാൾ അത് ചെയ്യണം, ദെൻ അതിനുശേഷം ഇത് ലിഫ്റ്റ് ചെയ്യണം, എന്നിട്ട് രീതിയിൽ മൂവ് ചെയ്ത് എവിടെയാണോ ഇത് ലോവർ ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി രീതിയിലൊക്കെ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ്. സോ അങ്ങനെയുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് മെത്തേഡ്സ് തന്നെ നമ്മൾ നേരെ മറിച്ച് പിന്നെ ഈ ക്രെയിനുമായിട്ട് വലിയൊരു ധാരണയൊന്നും ഇല്ലാത്ത ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അവിടെ നമുക്ക് സേഫ്റ്റി പ്രോബ്ലം, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റിലൊക്കെ ഒരുപാട് അഡീഷണൽ കോസ്റ്റ് സാധ്യതയുണ്ട്. ഇയാള് ഒന്നും അറിയാത്ത ഒരാൾ ചെയ്യുമ്പോഴും ഇതൊക്കെ അറിയുന്ന ആൾ ചെയ്യുമ്പോഴും രണ്ടാണ്. സോ നമ്മൾ എപ്പോഴും മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് മെത്തേഡ്സ്, ടൈപ്സ്, സൈസ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്, സോ നമ്മൾ 10 ഇവിടെ ഡിസ്കസ് ചെയ്തത് ഏതൊക്കെയാ? ഒന്ന് പ്ലാൻ, മറ്റൊന്ന് സിസ്റ്റം പ്രിൻസിപ്പിൾ, യൂട്ടിലൈസേഷൻ പ്രിൻസിപ്പിൾ, യൂണിറ്റ് ലോഡ് പ്രിൻസിപ്പിൾ, ക്വാളിറ്റി പ്രിൻസിപ്പിൾ, മെറ്റീരിയൽ ഫ്ലോ പ്രിൻസിപ്പിൾ, സിംപ്ലിഫിക്കേഷൻ, സേഫ്റ്റി പ്രിൻസിപ്പിൾ, മെക്കാനൈസേഷൻ, ആൻഡ് ലാസ്റ്റ് വൺ സ്റ്റാൻഡേർഡൈസേഷൻ പ്രിൻസിപ്പിൾ. 10 പ്രിൻസിപ്പിൾ. ഇനിയൊരു 10 കൂടെ ഉണ്ട്. ഈ പറഞ്ഞ ക്ലിയർ ആണോ? വലിയ തന്നെ ഉണ്ട്. ഓരോ പ്രിൻസിപ്പിളും എന്താണെന്നുള്ളത് ആ പ്രിൻസിപ്പിളിന്റെ പേരിൽ തന്നെ ഉണ്ട്. ക്ലിയർ ആണോ? Okay. Then 11th one, flexibility principle. Flexibility principle. Elements that can perform a variety of tasks and application. ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മെറ്റീരിയൽ എക്യുപ്മെന്റിനെ സെലക്ട് ചെയ്യുമ്പോൾ ആ എക്യുപ്മെന്റ് കൊണ്ട് തന്നെ വേറെയും അതേ ഇൻഡസ്ട്രിയിലെ വേറെ പരിപാടികൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ളതിനെ നമ്മൾ സെലക്ട് ചെയ്യാം. ഫ്ലെക്സിബിൾ ആകാന്ന് പറഞ്ഞാൽ ഒന്നിലധികം ടാസ്കുകൾ ചെയ്യാൻ പറ്റും. ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത് ഇവിടെ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന്റെ കേസിൽ ഫ്ലെക്സിബിൾ എന്ന് ഒന്നിലധികം ടാസ്കുകൾ ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. സോ യൂസ് എക്യുപ്മെന്റ്സ് ദാറ്റ് ക്യാൻ പെർഫോം എ ടാസ്ക് ആൻഡ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ നിന്നും പ്രൊഡക്ഷൻ ഏരിയയിലേക്ക് കൊണ്ടുപോകാനും അതേപോലെ നിന്നും പിന്നെ അസംബ്ലിംഗ് ഏരിയയിലേക്ക് കൊണ്ടുപോകാനും ഇതിനൊക്കെ ഒരാളെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ എക്യുപ്മെന്റ്. അങ്ങനെ വെറൈറ്റി ഓഫ് ടാസ്ക്സ് പെർഫോം ചെയ്യാൻ പറ്റുന്ന ആളെ പരമാവധി ഉപയോഗിക്കുക. അങ്ങനെ ആകുമ്പോൾ ഒറ്റ എക്യുപ്മെന്റ് കൊണ്ട് തന്നെ അവിടെ 2 ആക്ടിവിറ്റി നടന്നു. നേരെ മറിച്ച് വേറെ രീതി ചിന്തിക്കുകയാണെങ്കിൽ ഈ 2 ആക്ടിവിറ്റിക്കും നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ചെലവാക്കുന്ന തുക. സോ വെറൈറ്റി ഓഫ് ടാസ്ക്സ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ പരമാവധി സെലക്ട് ചെയ്യുക. എക്യുപ്മെന്റ് സെലക്ഷൻ പ്രിൻസിപ്പിൾ that is kind of material move and method to be. അതായത് നമ്മൾ ഒരു എക്യുപ്മെന്റ് സെലക്ട് ചെയ്യുമ്പോൾ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് ക്രെയിനോ അല്ല വേറെ എന്തെങ്കിലും അതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെഹിക്കിൾസ്, പറയുന്ന ച്യൂട്ട് അല്ലെങ്കിൽ കൺവെയർ ബെൽറ്റുകൾ എന്തോ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ മെറ്റീരിയലിനെ കുറിച്ച് ചിന്തിക്കണം. ആരെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? അപ്പം വലിയ ഹെവി ബൾക്കി എക്യുപ്മെന്റ് ആവാം, അല്ലെങ്കിൽ ചെറിയ വെയിറ്റ് ഉള്ള എക്യുപ്മെന്റ് ആവാം. അത് തന്നെ പിന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ചൊരു എന്താ പറയാ ഇൻ നേച്ചർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ടോക്സിക് ഇൻ നേച്ചർ ആയിട്ടുള്ളതൊക്കെ ആവാം. ആരെയാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ മെറ്റീരിയലിനെ പറ്റിയും അത് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള പാരാമീറ്റർ നോക്കിയിട്ട് മാത്രമേ ഒരു എക്യുപ്മെന്റ് സെലക്ഷൻ നമ്മൾ നടത്താൻ പറ്റുള്ളൂ. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവിടെ നമ്മൾ മെറ്റീരിയൽ മൂവ്മെന്റ് മെത്തേഡ്സ് അങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് എക്യുപ്മെന്റ് സെലക്ഷൻ പ്രിൻസിപ്പിൾ. ഡെഡ് വെയിറ്റ് പ്രിൻസിപ്പിൾ. റെഡ്യൂസ് ദ റേഷ്യോ ഓഫ് ഡെഡ് വെയിറ്റ് ടു പേർ എക്യുപ്മെന്റ്. അതായത് ഡെഡ് വെയിറ്റ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ നമ്മളെ ക്രെയിൻ ഇല്ലേ, ടവർ ക്രെയിൻ കണ്ടിട്ടുണ്ടോ? ടവർ ക്രെയിൻ കാണിച്ചു. ടവർ ക്രെയിൻ ഇങ്ങനെ ഒരു സാധനം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹലോ ഹലോ. ഈ ടവർ ക്രെയിനില് നമ്മള്
പിന്നെ ഹാങ് ചെയ്യുക? ലോഡ് നമ്മളെപ്പോഴും ഇവിടെയാണ്, നമുക്ക് വലിയ ബൾക്കി എക്യുപ്മെന്റ് ഒക്കെയാണ് അല്ലെ. അപ്പൊ ഈ ടവർ, ഈ മേലെയുള്ള ഈ ഒരു ഇതില്ലേ, അപ്പൊ ഇവിടെ ഇത്രയും ലോഡ് വരുമ്പോ അതിനെ ബാലൻസ് ഒരു കൗണ്ടർ വെയിറ്റ് ഇടും. കാണുന്നില്ലേ കൗണ്ടർ വെയിറ്റ്? ലോഡ് ഇപ്പുറം ലോഡൊന്നും ഇല്ലെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് താഴ്ന്നു വരാനുള്ള സാധ്യതയിലിടും. അങ്ങനെ താഴേക്ക് വരാനുള്ള സാധ്യതയില്ല. സോ നമ്മൾ എടുക്കുന്ന ലോഡിന് കറസ്പോണ്ടിങ് അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാനുള്ള കൗണ്ടർ, ഇതിനെ ഈ കൗണ്ടർ വെയിറ്റിനെ നമ്മൾ പൊതുവെ ഡെഡ് വെയിറ്റ് എന്ന് പറയാം. ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ദ റെഡ്യൂസ് ദ റേഷ്യോ ഓഫ് ഡെഡ് വെയിറ്റ് ടു പേലോഡ്. നമ്മൾ ഹാങ് ചെയ്യ പേലോഡ് എന്ന് പറയാം. സോ നമ്മൾ ഇവിടെ പേലോഡ് ദിസ് ഈസ് ഡെഡ് വെയിറ്റ് പേലോഡ് റേഷ്യോ. ആ റേഷ്യോ ഇമ്പോർട്ടന്റ് ആണ്. റേഷ്യോ എപ്പോഴും എന്താണെന്നാ പറയുന്നത്? ഡെഡ് വെയിറ്റ് ടു റെഡ്യൂസ് ദ റേഷ്യോ ഓഫ് ഡെഡ് വെയിറ്റ് ടു പേലോഡ് ഇൻ മൊബൈൽ എക്യുപ്മെന്റ്. ഇപ്പൊ ക്രെയിനിന്റെ കേസിൽ മാത്രമല്ല, ചില വേറെയും, ഇപ്പൊ ഞാൻ ക്രെയിന് പറഞ്ഞു എന്നേ ഉള്ളൂ, അതല്ലാത്ത കുറച്ച് മൊബൈൽ എക്യുപ്മെന്റ്സിലൊക്കെ കൺസെപ്റ്റ് വരുന്നുണ്ട്. സോ ഡെഡ് വെയിറ്റ് ടു പേലോഡ്, അല്ലെങ്കിൽ നമുക്ക് ലോഡും അതേപോലെ നമ്മുടെ എക്യുപ്മെന്റിനകത്തുള്ള ഡെഡ് വെയിറ്റ് എപ്പോഴും മിനിമൈസ് ചെയ്യണം, അത് റെഡ്യൂസ് ചെയ്യണം. സോ റെഡ്യൂസ് ദി ഡെഡ് പേലോഡ് ഇൻ മൊബൈൽ എക്യുപ്മെന്റ്സ്. ദാറ്റ് ഈസ് then 14th one, motion principle. Next one is equipment designed to transport material should be kept. അതായത് നമ്മളെപ്പോഴും ഈ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട്, അതായത് മെറ്റീരിയലിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സ് നമ്മൾ. എക്യുപ്മെന്റ് ഡിസൈൻ ടു ട്രാൻസ്പോർട്ട് മെറ്റീരിയൽ ഷുഡ് ബി മോഷൻ. അത് അതിന്റെ ഫംഗ്ഷൻ ചെയ്യണം എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്, ആ ഫംഗ്ഷൻ കൃത്യമായിട്ട് ചെയ്യണം. അപ്പോൾ ഇതിന് വേറൊരു സ്ഥലത്തേക്ക് മെറ്റീരിയലിന് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്. സോ ആ ഒരു മോഷൻ എപ്പോഴും പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ. ടൈം പ്രിൻസിപ്പിൾ. ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്ന ടൈമിനെയാണ് ഐഡിൽ ടൈം. സോ റെഡ്യൂസ് ദി ഐഡിൽ ടൈം ഓർ അൺപ്രൊഡക്റ്റീവ് ടൈം ഓഫ് ബോത്ത് എക്യുപ്മെന്റ് ആൻഡ് മാൻ പവർ. അതായത് നമ്മൾ ഈ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് വെച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങളൊക്കെ ട്രാൻസ്ഫർ, ബട്ട് പകുതിക്ക് വെച്ച് ട്രാൻസ്ഫർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എക്യുപ്മെന്റ് എന്താവുന്നു, ഫെയിൽ ആവുന്നു. അങ്ങനെ വരുമ്പോ അപ്പുറത്തെ ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ വർക്കേഴ്സ് ചെയ്തിരിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ റോ മെറ്റീരിയൽ ഫ്രം സ്റ്റോറേജിൽ നിന്നും റോ മെറ്റീരിയൽസിനെ എടുത്തുകൊണ്ട് നമ്മുടെ മെറ്റീരിയൽ മൂവ് ചെയ്യൽ തുടങ്ങി. ബട്ട് ഇൻ ബിറ്റ്വീനിൽ അതിനെന്തോ ഫെയിലിയർ. അങ്ങനെയാണെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ ഏരിയയിൽ ഈ റോ മെറ്റീരിയൽ ഇരിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിസ്റ്റം റെഡി ആയിട്ട് വരെ അവര് വെറുതെ ഇരിക്കുകയാണ്. ദാറ്റ് ഈസ് അൺപ്രൊഡക്റ്റീവ് ടൈം ഓഫ് ദാറ്റ് എംപ്ലോയീസ്. അങ്ങനെ ഐഡിൽ ടൈം ഉണ്ടാവാ, അതായത് സ്മൂത്ത് ആയിട്ട് അവിടെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഫംഗ്ഷനിങ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഐഡിൽ ടൈം ഇല്ലാതെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ദി ഐഡിൽ ടൈം ഓർ അൺപ്രൊഡക്റ്റീവ് ടൈം ഓഫ് ബോത്ത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് പ്രിൻസിപ്പിൾ. കൃത്യമായ ഇന്റർവെല്ലുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിപ്പോ വണ്ടീന്റെ ഒക്കെ സർവീസ് ചെയ്യുന്നില്ലേ, അതിനെയാണ് മെയിൻ്റനൻസ്. സോ പ്ലാൻ ഫോർ മെയിൻ്റനൻസ് ഓർ ഷെഡ്യൂൾഡ് റിപ്പയർ ഓഫ് ഓൾ ഹാൻഡ്ലിംഗ്. നമ്മളെ കമ്പനികളകത്ത് ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സും കൃത്യമായ ഇന്റർവെൽസിൽ അതിന് മെയിൻ്റനൻസ് വർക്കുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഒബ്സൊലൻസ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ഉപകാരമില്ല എലമെന്റുകൾ. റീപ്ലേസ് ഒബ്സൊലീറ്റ് ഹാൻഡ്ലിംഗ് മെത്തേഡ്, മോർ എഫിഷ്യന്റ് മെത്തേഡ് ഓർ എക്യുപ്മെന്റ് വിൽ ഇംപ്രൂവ് ഓപ്പറേഷൻ. വർക്കിംഗ് കണ്ടീഷൻ അല്ലാത്ത അല്ലെങ്കിൽ ഉപകാര സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റീപ്ലേസ് ചെയ്യാം. അത് അല്ലെങ്കിൽ പഴകിയത് അങ്ങനെയുള്ളതൊക്കെ, അല്ലെങ്കിൽ ആ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് പുതിയ ഓപ്പറേഷൻസ് നമുക്ക് കിട്ടുന്ന സാധനങ്ങളെ നമ്മൾ അവിടെ കപ്പാസിറ്റി പ്രിൻസിപ്പിൾ. യൂസ് ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് ഫുൾ കപ്പാസിറ്റി. എല്ലാ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റിനും ഉണ്ട്. ആ കപ്പാസിറ്റി റേഞ്ചിൽ തന്നെ അതിനെ ഉപയോഗിക്കുക. അതായത് അതിനെ അതേപോലെ വലിയ കപ്പാസിറ്റിയുള്ള എലമെന്റിനെ ചെറിയ, അതായത് 100 കിലോ ഒക്കെ താങ്ങാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്
നമ്മൾ 2 കിലോയും 3 കിലോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കാം, നമുക്ക് അവിടെ വലിയ നഷ്ടം. അതുകൊണ്ട് അതിന്റെ കപ്പാസിറ്റി പരമാവധി ഉപയോഗപ്പെടുത്തണം. അതേപോലെ ഓവർ കപ്പാസിറ്റി പ്രിൻസിപ്പിൾ. Then control principle. Use material to improve production control, inventory control, other handling. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, കൃത്യമായ സ്ഥലത്ത് റൈറ്റ് ടൈമിൽ റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് റൈറ്റ് മെറ്റീരിയൽസ് ആണ് വേറൊരു ഡെഫിനിഷൻ ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. സോ ആ രീതിയാണെങ്കിൽ റൈറ്റ് ടൈമിൽ റൈറ്റ് ക്വാണ്ടിറ്റി റൈറ്റ് മെറ്റീരിയൽ നമുക്ക് അവിടെ പ്രൊഡക്ഷൻ കൺട്രോൾ, അതായത് പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നല്ല രീതിയിൽ റേറ്റ് കൂട്ടാൻ പറ്റും. അങ്ങനെ പ്രൊഡക്ഷൻ റേറ്റ് കൂട്ടുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ്. അപ്പോൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സിന്റെ ഉപയോഗം കൊണ്ട് എന്തൊക്കെ ചെയ്യാം? യൂസ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് ടു ഇംപ്രൂവ് ദി പ്രൊഡക്ഷൻ control. Okay, then last one is performance. Determine efficiency of handling performance in terms of cost, which is primary criteria. അത് ഒരു മെറ്റീരിയൽ എഫിഷ്യൻസി അല്ലെങ്കിൽ എക്യുപ്മെന്റിന്റെ എഫിഷ്യൻസി എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞാൽ determine the efficiency of in terms of cost per unit. അതായത് ഒരു എലമെന്റിനെ ഒരു പോയിന്റിൽ നിന്ന് A to point B. Okay, this is point B. ഈ പോയിന്റ് ബിയിലേക്ക് ഒരു സിംഗിൾ എലമെന്റിനെ, ഒരു യൂണിറ്റിനെ എത്തിക്കാൻ എത്ര ചെലവായി ആണ്. So determine the efficiency of handling performance in terms per unit handled. ഒരു യൂണിറ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു സിംഗിൾ യൂണിറ്റിനെ എയിൽ നിന്നും ബിയിലേക്ക് എത്തിക്കാൻ എത്ര കോസ്റ്റ് ചെലവായി. അപ്പൊ 100 രൂപയാണെങ്കിൽ ഹാൻഡ്ലിംഗ് എഫിഷ്യൻസി. അപ്പോ എക്യുപ്മെന്റ് ഞാൻ നോക്കുകയാണെങ്കിൽ വേറൊരു എക്യുപ്മെന്റ് നോക്കുമ്പോൾ ഇതേ പോയിന്റിൽ നിന്നും ബിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അയാൾ അയാൾ ചെലവാക്കുന്നത് എന്തായിരിക്കും? ചിലപ്പോ 150 രൂപ. അപ്പൊ ഓരോന്നിനും ഡിഫറെന്റ് ആയി. അപ്പൊ കോസ്റ്റ് പെർ യൂണിറ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെലവാകുന്ന കോസ്റ്റ്, അതിനെയാണ് എഫിഷ്യൻസി എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു കാര്യവും കൂടി സമയത്ത് അല്ലെങ്കിൽ ഒരു ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. These are the material handling principles. 20 starting from planning principles, system, space, unit, gravity, material flow, simplification, safety, mechanization, standard, flexibility, equipment, dead weight, motion, idle time, maintenance, capacity, control, performance. അപ്പോൾ 20 എണ്ണത്തിന്റെ പേര് പഠിച്ചാൽ ബാക്കി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. ഇതെങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് പഠിക്കുക. ഇത് യൂണിവേഴ്സിറ്റി എക്സാം ആണ്. ഞാൻ പറഞ്ഞു, ചിലപ്പോ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് തന്നിട്ട് ഫൈൻ മോഷൻ പ്രിൻസിപ്പിൾ ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് അങ്ങനെ ചോദിക്കാം. ഒരു 3 മാർക്കിനോ അല്ലെങ്കിൽ ഒരു 4 മാർക്കിനോ ഒക്കെ ചോദിക്കാം. അപ്പൊ ഇവിടെ കാണുന്നതിന് പുറമെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഒരു 5 മാർക്കിനൊക്കെ ഏതെങ്കിലും ഒരു 5 എണ്ണം എഴുതാൻ വേണ്ടി, അല്ലെ 10 മാർക്കിന് ഏതെങ്കിലും ഒരു 5 എണ്ണം എഴുതാൻ വേണ്ടി ചോദിക്കാം. സോ ഈ 20 പഠിക്കുക എന്നുള്ളത് വലിയ സംഭവമൊന്നുമല്ല. ആ പേരുകൾ മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഹലോ. Yes, sir. Okay. So ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്, ഫാക്ടേഴ്സ് ടു ബി സെലക്ടിങ് എ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും കൂടി ഹെഡിങ് കൊടുക്കും. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്, നിങ്ങൾ ഒരു കമ്പനി നടത്തുന്നവരാണ്. കമ്പനിക്കകത്ത് നിങ്ങളുടെ ഇൻഡസ്ട്രിക്കകത്ത് നിങ്ങൾക്ക് കുറെ മെറ്റീരിയൽ എക്യുപ്മെന്റ് ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾ വേഗം എക്യുപ്മെന്റ് കിട്ടുന്ന സ്ഥലത്ത് മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5-6 എക്യുപ്മെന്റ് വാങ്ങിയിട്ട് വരിക എന്നുള്ളതല്ല. കുറച്ച് ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് സെലക്ട് ചെയ്യുമ്പോൾ കുറെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ദാറ്റ് ഈസ് ഫാക്ടേഴ്സ് കൺസിഡർ, ഫാക്ടേഴ്സ് വൈൽ ഡിസൈനിങ് ഓർ വൈൽ സെലക്ടിങ് എ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്. ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാ പറയുന്നത്. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ആണ് വൺസ് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പുതിയ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഫാക്ടേഴ്സ് ടു ബി കൺസിഡർ വൈൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്. ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. സോ സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് ഇമ്പോർട്ടന്റ് ഡിസിഷൻ as it affects both cost and efficiency. The following factors are to be taken into account while handling equipment. First factor, properties of the material.
കമ്പനിക്കകത്ത് നമുക്ക് സെലക്ട് ചെയ്യേണ്ടുന്ന മെറ്റീരിയലിനെ പറ്റി നമുക്കൊരു ബോധ്യം. അപ്പോൾ വെദർ ഇറ്റ് ഈസ് സോളിഡ്, ലിക്വിഡ് ഓർ and in what size, shape and weight is to be moved are important consideration. Already lead to preliminary elimination from the range of review. Similarly, if a material is fragile or toxic, this will imply that certain handling methods and will be preferable to others. അപ്പോൾ നമുക്ക് ആരെയാണ് ഹാൻഡിൽ ചെയ്യേണ്ട മെറ്റീരിയൽ ഏതാണോ അയാളെ പറ്റി. അപ്പൊ ചിലപ്പോൾ ഇത് നമുക്കൊരു സോളിഡ് മെറ്റീരിയൽ ആയിരിക്കും, അതിൽ തന്നെ ബൾക്കി ഹെവി വെയിറ്റ് ഉള്ള ഹെവി സൈസുള്ള ബൾക്കി വോളിയം ഉള്ള ആളായിരിക്കും. ചിലപ്പോൾ നേരെ മറിച്ച് ചെറിയ ക്യൂബിക് സ്പേസ് ആവശ്യമുള്ള അല്ലെങ്കിൽ ചെറിയ വെയിറ്റ് ഉള്ള എലമെന്റ്. ഇനി അതും അല്ലെങ്കിൽ ചിലപ്പോൾ ലിക്വിഡ്സ് ആവാം, നമുക്ക് സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കേണ്ടി വരും. ലിക്വിഡ്സ് ഒക്കെ കൊണ്ടുപോകണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സും കൂടി അല്ലെ, കണ്ടെയ്നേഴ്സിലാക്കിയിട്ടല്ലേ നമുക്ക് ഈ പറയുന്ന ലിക്വിഡ്സ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റും. കണ്ടെയ്നേഴ്സ് വേണം, അതിനെ ഹാങ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സോ മെറ്റീരിയലിന്റെ കണ്ടീഷൻ എന്താണ്, അല്ലെ മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യേണ്ട മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഒന്നാം. whether it is solid, liquid or gas, and in what shape and weight is to be moved are important consideration. fragile materials ഉണ്ടാവാം, അതേപോലെ ടോക്സിക്, പിന്നെ ഈ പറയുന്ന രീതിയിലുള്ള മറ്റ് ആയിട്ടുള്ള എലമെന്റുകളൊക്കെ ഉണ്ടാവാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്പൺ ആക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അതിനെ കൃത്യമായിട്ട് ബോക്സ് ചെയ്തേ കൊണ്ടു. സോ അങ്ങനെയുള്ള എലമെന്റുകളൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ അതിനെ പാക്ക് ചെയ്യാൻ വേണ്ടി അതിനാവശ്യമായ കണ്ടെയ്നർ ബോക്സ് സെലക്ട് ചെയ്യേണ്ടി വരും. സോ ഒന്നാമത്തെ ഫാക്ടർ ബൈ സെലക്ടിങ് എ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് ദി എന്നുള്ളതാണ്. ഓക്കെ, ഏതിനെയാണോ നമുക്ക് പറ്റി നല്ല ഐഡിയ ഉണ്ടാവണം. ദെൻ രണ്ടാമത്തെ ലേ ഔട്ട് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ബിൽഡിംഗ്. നമ്മുടെ ലേ ഔട്ടിനെ പറ്റിയിട്ട് നല്ല ഐഡിയ ഉണ്ടാവണം. എന്തിനാ വേണ്ടിട്ട് ലേ ഔട്ടിനെ പറ്റി, ലേ ഔട്ടും നമ്മളെ ബിൽഡിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയും ഐഡിയ ഉണ്ടാവും. ലേ ഔട്ട് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്. അതായത് നമ്മളെ ബിൽഡിങ്ങിന്റെ ഫ്ലോർ ടു സീലിംഗ് ഹൈറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഒരു എക്സാമ്പിൾ പറയുന്നതാണ്, ഒരു കമ്പനി നടത്തുന്ന ആളാണ്. എന്റെ കമ്പനിയിലേക്ക് ഞാൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് ഒക്കെ മാർക്കറ്റിലേക്ക് പോയിട്ടുള്ളത്. പക്ഷെ ഞാൻ അവിടെ ഈ പോയിന്റ് കൺസിഡർ ചെയ്തില്ല എങ്കിൽ എന്താ പ്രശ്നം? അപ്പൊ ഞാൻ പോയി പിന്നെ ക്രെയിന് കണ്ടപ്പോൾ ഞാൻ ആ ക്രെയിനിങ് സെലക്ട് ചെയ്തു. പ്ലാന്റിനകത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രെയിൻ ഞാൻ വാങ്ങിച്ചു. ഇങ്ങനെ മൊത്തത്തിലുള്ള അതിന്റെ അൺഓപ്പറേറ്റഡ് കണ്ടീഷനിൽ അതിന് തന്നെ ഉണ്ട് ഒരു ഹൈറ്റ് 7 കൂട്ടിക്കോ, ഒരു 7 മീറ്റർ ഹൈറ്റ് മൊത്തത്തിൽ ഉണ്ട്. അത്ര ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയുന്നതാണ്. ബട്ട് എന്റെ ബിൽഡിംഗ് ഞാൻ പിന്നെയാണ് ചിന്തിച്ചത്, ഫ്ലോർ ടു സീലിംഗ് ഹൈറ്റ് ഒരു 5 മീറ്ററേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ 5 മീറ്റർ ഹൈറ്റ് 7 മീറ്റർ നീളമുള്ള സാധനത്തെ നമുക്ക് കയറ്റാൻ പറ്റുമോ? അല്ലോ. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നമ്മളെ ബിൽഡിങ്ങിനെ പറ്റി, ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി ഐഡിയ ഉണ്ടാവണം. അതേപോലെ ലേ ഔട്ടിനെ പറ്റി ഐഡിയ ഉണ്ടാവണം. ഇപ്പോ പിന്നെ നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു സാധനം എത്തിക്കണം. ബട്ട് ഈ ലേ ഔട്ട് പ്രകാരം എന്റെ ഈ 2 ഡിപ്പാർട്ട്മെന്റിലും കുറെ അഡീഷണൽ കോളംസ് നമ്മൾ വെച്ചിട്ടുണ്ട്, അതായത് ഉണ്ട്. അപ്പൊ ഈ തൂണുകൾക്കിടയിലൂടെ നീങ്ങാൻ പറ്റുള്ള ചെറിയ എക്യുപ്മെന്റ്സിനെ മാത്രമേ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ ലേ എനിക്ക് ഡിപ്പാർട്ട്മെന്റ് എ ടു ബി എന്ന് പറയുന്നത് ഒരു നാരോ, അപ്പൊ ഈ നാരോ പാസേജിലൂടെ മാത്രം മൂവ് ചെയ്യുന്ന എല്ലാ എക്യുപ്മെന്റിനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു വൈഡ് റേഞ്ച് ഓഫ് സ്പേസ് ആവശ്യമുള്ള മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റിനെ ഞാൻ അവിടെ സെലക്ട്, എനിക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ബിൽഡിംഗ് ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയും നമ്മൾ ചിന്തിക്കണം ഒരു എക്യുപ്മെന്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ. അതാണ് ഇവിടെ പറഞ്ഞത്. അനദർ ഫാക്ടർ ഈസ് ദ അവൈലബിലിറ്റി ഓഫ് സ്പേസ് ഫോർ ഹാൻഡ്ലിംഗ്. ലോ ലെവൽസ് preclude the use of hoists or the presence of supporting columns in awkward places can size of the material handling equipment. Then if the building is multi-storied, ramps for industrial trucks may be used. Layout will indicate the type of production operation, that is continuous or fixed position or group, and can indicate some items that will be more suitable than others. Floor capacity also
സെലക്ടിങ് ദി ബെസ്റ്റ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ കമ്പനിക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ ലേ ഔട്ടിനകത്തുള്ള ആ റെസ്ട്രിക്ഷൻസിനെ പറ്റി നമുക്ക് ഐഡിയ ഉണ്ടാവണം. എവിടേക്കാണ് സീലിംഗ് ഹൈറ്റ് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന എക്യുപ്മെന്റിനും അതിനേക്കാളും കുറവ് ഹൈറ്റ് ഉണ്ടാകും. അതേപോലെ ഇതേപോലെയുള്ള അഡീഷണൽ കോളംസ് ഇതൊക്കെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ ഇതിലൂടെ നാരോ പാസേജിലൂടെ മാത്രമേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ുന്നതും മൾട്ടി സ്റ്റോറിഡ് ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ മേലത്തെ ഫ്ലോറിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പവേർഡ് എലമെന്റ് ഒന്നും ഉപയോഗിക്കാതെ എക്യുപ്മെന്റ്സ്, അതായത് ച്യൂട്ട് പോലെയുള്ള എലമെന്റുകളൊക്കെ ഉപയോഗിക്കുക. ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ബിൽഡിംഗ് ഇസ് ദി സെക്കൻഡ് ഫാക്ടർ. മൂന്നാമത്തെ ഫാക്ടർ പ്രൊഡക്ഷൻ ഫ്ലോ. പ്രൊഡക്ഷൻ ഫ്ലോ if the flow is fairly constant between points that are not likely to change, then fixed equipment such as tubes can be successfully used. On the other hand, the flow is not constant and the direction changes from one point to another because several products are being produced. Moving equipment such as trucks would be preferable. ഇതെന്താ പറഞ്ഞു വെച്ചാൽ പ്രൊഡക്ഷൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്റെ കമ്പനിയിലേക്ക് ഞാൻ എലമെന്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പൊ ഞാൻ എവിടേക്കാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് വേണ്ടതെന്ന് നോക്കിയപ്പോ കമ്പനിയിൽ ഡിപ്പാർട്ട്മെന്റ് എയിൽ നിന്നും ഡിപ്പാർട്ട്മെന്റ് ബിയിലേക്ക് ഇത് സ്ഥിരമായിട്ട് വേണ്ടതാണ്. ഇതൊരിക്കലും നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് എ ടു ബി അത് വേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ പോയിന്റ് എ ടു പോയിന്റ് ബി ഇവിടത്തേക്ക് എപ്പോഴും മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് നടക്കേണ്ടതുണ്ട്. അപ്പൊ ഇതൊരു ഹാൻഡ്ലിംഗ് ആണ്. നേരെ മറിച്ച് ഇവിടെ സി ഡി എന്നൊക്കെ പറഞ്ഞ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഈ എ ടു സി അത് എപ്പോഴും ആവശ്യമില്ല, വല്ലപ്പോഴും മാത്രമേ എ ടു സി ആവശ്യമുള്ളൂ. അതേപോലെ എ ടു സി ആവശ്യം ഇല്ലാത്ത കണ്ടീഷനിൽ മാത്രമേ ഇ ആവശ്യമുള്ളൂ. അങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സിയിലേക്ക് ഫിക്സഡ് അല്ല, അതിങ്ങനെ വാരിയിങ് ആണ് ആവശ്യമുള്ള സമയങ്ങളിൽ. അപ്പൊ എ ടു ബി ഫിക്സഡ് ആയതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് നമ്മൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം നമ്മൾ സെലക്ട് ചെയ്യണം. എന്തെങ്കിലും സാധനങ്ങൾ അല്ലെങ്കിൽ കൺവെയർ ബെൽറ്റ് പോലുള്ള സാധനങ്ങൾ വെച്ചാൽ അത് അത് അവിടെ ആവശ്യമുള്ളതാണ്, അത് ഫിക്സഡ് ആണ്. സോ ആ ഒരു പ്രൊഡക്ഷൻ ഫ്ലോ അല്ലെങ്കിൽ മെറ്റീരിയൽ ഫ്ലോ എ ടു ബി അത് ഫിക്സഡ് ആയതുകൊണ്ട് തന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് വേണം. നേരെ മറിച്ച് എ ടു സിയും എ ടു ഡിയും ഫിക്സഡ് അല്ല, ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രമേ നമുക്ക് അത് മെറ്റീരിയൽസിനെ. അങ്ങനെ വരുമ്പോൾ അവിടത്തേക്ക് നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ ഓപ്പറേറ്റ് ട്രക്ക് പോലുള്ള സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. സോ ആ ഒരു ഫ്ലോ ഓഫ് മെറ്റീരിയൽസിന്റെ കണ്ടീഷനും കൂടി നോക്കിയിട്ടായിരിക്കണം ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് സെലക്ട് ചെയ്യേണ്ടത്. ദെൻ ഫാക്ടർ കോസ്റ്റ് കൺസിഡറേഷൻ. എക്കണോമിക് കൺസിഡറേഷൻ ആണത്. കോസ്റ്റ് കൺസിഡറേഷൻ വൺ ഓഫ് ദ മോസ്റ്റ് consideration. The above factors can help to narrow the range of, while costing can help in take of final decision. Several cost elements need to be taken into consideration. Comparison are made between various items of equipment that are all capable same load. Initial investment and operating and maintenance major cost to be considered. By calculating and comparing the top each of the items of equipment under consideration, more rational can be reached. ഒന്നുമില്ല, പൈസയും കൂടി ചിന്തിക്കണം. ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പോയിന്റ് എ ടു പോയിന്റ് ബി മെറ്റീരിയൽ വേണ്ടിയിട്ട് എനിക്ക് ഒന്നിലധികം ഓൾട്ടർനേറ്റീവ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. പല എക്യുപ്മെന്റ്സ് എനിക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് ഞാൻ ആയിരിക്കണം ഒരു പോയിന്റിൽ നിന്നും ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ. അതായത് പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിലേക്ക് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് നടത്താൻ വേണ്ടിയിട്ട് ഓക്കെ പോയിന്റ് ബിയിലേക്ക് മെറ്റീരിയൽസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് മാർക്കറ്റിൽ പോയപ്പോൾ എക്യുപ്മെന്റ്സ് അവൈലബിൾ ആണ്. എന്റെ എല്ലാ കൺസിഡറേഷനും വെച്ചിട്ടാണ്, ബിൽഡിംഗ് ക്യാരക്ടറിസ്റ്റിക്സിന്റെ കൺസിഡറേഷൻ, ഫ്ലോ കൺസിഡറേഷൻ, എല്ലാ കൺസിഡറേഷനും വെച്ച് നോക്കിയപ്പോൾ എനിക്ക് 5 ഓൾട്ടർനേറ്റീവ് എക്യുപ്മെന്റ്സ് ഉണ്ട്. ഈ എണ്ണത്തിൽ നിന്ന് എനിക്ക് ഏതാണ് സെലക്ട് ചെയ്യാൻ പറ്റുക, അവിടെയാണ് നമ്മൾ ഈ 5 വെച്ച് ആർക്കാണ് കോസ്റ്റ് ഉള്ളത് അല്ലെങ്കിൽ ആർക്കാണ് നോക്കുക. അപ്പൊ ഈ കോസ്റ്റ് കുറവുള്ള ആളെയാണ് നമ്മൾ പൊതുവെ സെലക്ട് ചെയ്യുക. കോസ്റ്റ് കുറവുള്ള ആളെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങളും കൂടി നോക്കണം. അതിന് മെയിൻ്റനൻസ് നടത്തണം, അതേപോലെ റിപ്പയറിങ് അങ്ങനെയുള്ള ഉണ്ട്. അപ്പോ ഈ മെയിൻ്റനൻസ് ഒക്കെ കുറവുള്ള അല്ലെങ്കിൽ വരാനുള്ള സാധ്യതകൾ കുറവുള്ള എക്യുപ്മെന്റ് ആണോ ഈ 5 ഏറ്റവും വില കുറവുള്ള ആള് എന്ന് നോക്കുക. അതായത് ഞാൻ 5 എണ്ണം ഉണ്ട്, ഒന്നാമത്തെ ആളെ സെലക്ട് ചെയ്യുന്നത് ഇയാൾക്കാണ് ഏറ്റവും പൈസ കുറവ്. ഇതിന്റെ കൂട്ടത്തിൽ
ഉള്ള ആളെ വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഭാവിയിൽ ഇതിനെ കൊണ്ട് വലിയൊരു ഇതിന് ഇടയ്ക്കിടെ റിപ്പയർ വരിക, ഇടയ്ക്കിടെ കംപ്ലൈന്റ് വരിക, ഇതിന് റിപ്പയറിംഗ് കോസ്റ്റും നമ്മളെ ഈ മെയിൻ്റെനൻസ് കോസ്റ്റ് ഒക്കെ നമുക്ക് നഷ്ടം തന്നെയാണ്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ കോസ്റ്റ് പല ഒന്ന് അതിന്റെ ഇറ്റ്സെൽഫ് അതിനുള്ള പ്രൈസ് നോക്കണം, അതിനോടൊപ്പം അതിന്റെ മെയിൻ്റെനൻസ്, അതിന്റെ ഈ റിപ്പയറിംഗ് കോസ്റ്റ്, അങ്ങനെയുള്ള കോസ്റ്റുകൾ എടുത്തിട്ട് നമുക്ക് ഏറ്റവും ഓപ്റ്റിമം കോസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ എടുത്ത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഏതാണോ അതിനെ സെലക്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഒന്നിലധികം ഓൾട്ടർനേറ്റീവ്സ് ഒരു സിംഗിൾ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷന് വേണ്ടി, ഒരു ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒപ്റ്റിമം കോസ്റ്റ് ഉള്ള ആളെ നമ്മൾ സെലക്ട് ചെയ്യുക. ആ ഒപ്റ്റിമം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് അതിന്റെ ഇറ്റ്സെൽഫ് അതിന്റെ പ്രൈസ് നോക്കണം, മറ്റ് ചെലവുകൾ മെയിൻ്റെനൻസ്, റിപ്പയറിംഗ് കോസ്റ്റ് ചെലവുകളും കൂടി നോക്കിയിട്ടായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് നാച്ചർ ഓഫ് ആയോ? ഹലോ, ഓക്കെ. ഒരു 3 ഫാക്ടേഴ്സും കൂടി ഉള്ള നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പ്രിൻസിപ്പിൾസും അതേപോലെ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ ഡിസൈനിങ് ഓർ സെലക്ടിങ് എ ഗുഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്. ഓക്കെ, സോറി കുറച്ച് അധികം സമയമാണ്, നിങ്ങൾ പറയലല്ലോ എന്നാലും.